ഹലോ, എൻ്റെ ഫസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേ ഇൻ മൈ ലൈഫാണ്. പഞ്ചാബിലെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കണ്ടു നോക്കാം, അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കി ചെയ്യുക. പെട്ടെന്ന് ഞാനിങ്ങോട്ട് നാട്ടിലോട്ട് പോരേണ്ട വന്നുകൊണ്ട് പെട്ടെന്ന് തിരക്കിനെടുത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ അത് ഏട്ടനെ കാണിക്കാൻ പറ്റിയില്ല. ഏട്ടൻ അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഫുൾ യൂണിഫോമിലായതുകൊണ്ടാണ് ഏട്ടനെ കാണിക്കാഞ്ഞത്. അപ്പോൾ ഏട്ടൻ വന്നതിന് ശേഷം വേറൊരു ഡേ ഇൻ മൈ ലൈഫ്, കണ്ണൂരുള്ള ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നതാണ്. ഡേ ഇൻ മൈ ലൈഫിൽ ഏട്ടനെ ഉൾപ്പെടുത്തുന്നതാണ്. ഇതിനകത്ത് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അത് ഡ്യൂട്ടി അവിടുത്തെ കുറച്ച് പ്രോബ്ലമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഉൾപ്പെടുത്താഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ ഞാനിവിടെ നാട്ടിലാണ്, ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് ആ വോക്കൽ കോഡിന് കംപ്ലൈൻറ്റ് കൂടിയിട്ട് ഞാൻ തണുപ്പായതുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫിലോട്ട് പോവാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ആരും എൻ്റെ കോലം കണ്ട് പേടിക്കണ്ട. ഇതിപ്പോൾ പഞ്ചാബിലെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എണീറ്റുള്ളൂ. എണീറ്റ് ഇപ്പം സമയം 6:45. ഏട്ടനൊരു കാപ്പി തിളപ്പിച്ച് കൊടുക്കണം. ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, പഞ്ചാബിലെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഞാൻ ഈ സമയത്തൊന്നും എണീക്കാറൊന്നുമില്ല. ഏട്ടനൊരു കാപ്പി തിളപ്പിച്ച് കൊടുക്കും. തണുപ്പ് കാലത്ത് ഏട്ടൻ ഫുഡൊന്നും കൊണ്ടുപോകാറില്ല. അപ്പോൾ ഫുഡൊന്നും വേണ്ട, കാപ്പി തിളപ്പിച്ച് കൊടുക്കുന്നു. ഏട്ടനെ ബൈ ബൈ പറഞ്ഞ് വിടുന്നു. പിന്നെയും കിടന്നുറങ്ങുന്നു. പിന്നെ ഒരു 9:30-10 മണിയാണ് ഞങ്ങളുടെ ടൈം. മോൻ എണീറ്റിട്ടില്ല, എണീക്കാൻ പോകണുള്ളൂ. അപ്പോൾ കാപ്പി തിളപ്പിച്ച് കൊടുക്കട്ടെ കേട്ടോ. എൻ്റെ കോലം കണ്ടാലും പേടിക്കണ്ട. തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ ഒരു 12 ഡിഗ്രി 10 ഡിഗ്രിയൊക്കെയാണ് രാവിലെ. ഇപ്പോൾ ഞാൻ വന്നിടക്ക് 5 ഡിഗ്രിയൊക്കെ ആയിരുന്നു. 0 വരെ പോയ ടൈം ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊരു കാപ്പി വെച്ച് കൊടുക്കാം. ചായപാത്രന്റെ കോലം കണ്ട ഞാൻ കുറച്ച് ആളൂടെ ഇല്ലാണ്ടിരുന്നപ്പോൾ ഒരു ചായ തിളപ്പിച്ച് നോക്കിയതാണ്. ആ പാത്രത്തിന്റെ കോലാണ് ഈ കാണുന്നത്. അപ്പൊ അറിയാലോ, നല്ല എക്സ്പേർട്ടാണ് കുക്കിങ്ങിന്. ഞാനത്ര എക്സ്പേർട്ടൊന്നല്ല, എന്നാലും ഹസ്ബൻഡിനേക്കാളും ബെറ്ററാണ്. ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണിയാണ് ഫേവറേറ്റ്. എൻ്റെ ഫേവറേറ്റും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേക്കുന്ന സാധനം ബിരിയാണിയാണ്. ഇപ്പം ലഞ്ചിക്കും ബ്രഷ് ചെയ്യണല്ലേന്ന്. ഞാൻ എണീറ്റിട്ടാണ് ബ്രഷ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കാപ്പിയൊന്നും കുടിക്കത്തില്ല. ഏട്ടന് കാപ്പി കൊടുക്കുന്നു, പിന്നെ ഞാൻ കിടന്നുറങ്ങുന്നു. അതിനുശേഷം എണീറ്റിട്ടാണ് ബ്രഷ് ചെയ്യണത്. ഞാനും മോനും കൂടിയാണ് ബ്രഷ് ചെയ്യാറ് എപ്പോഴും. അപ്പൊ കാപ്പി തിളക്കട്ടെ കേട്ടോ. കാപ്പിയായി വരുന്നുണ്ട്. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ചായത്തിന് കാപ്പിയായി. ഇനി ബിസ്ക്കറ്റ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ചായത്തിന് കോഫി റെഡി. അപ്പം ഇനി കൊണ്ടുപോയി കൊടുക്കാം. ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല, യൂണിഫോം ഇട്ട് നിൽക്കുകയാണ്. വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയാൽ ശരിയാക്കും എന്നെ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ശേഷം വന്നതിന് ശേഷം ഉൾപ്പെടുത്തുന്നതാണ്, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ കോഫി എടുത്തിട്ട് വരാം. ഏട്ടാ, കോഫി. ഏട്ടൻ പോവാ. അപ്പോൾ ഞാനും കിടക്കാൻ പോണേന്ന്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഞങ്ങൾക്ക് രാവിലെ ആവണുള്ളൂ. അത് 9:30 ആവുമ്പോൾ ഇവിടെ മോൻ കിടന്നുറങ്ങുന്നുണ്ട്. അതാണ് പതുക്കെ സംസാരിക്കുന്നത്. 9:30 ആവുമ്പോൾ എനിക്കുള്ളൂ. അപ്പം അന്നേരം കാണാൻ മോനെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാൻ കിടക്കട്ടെ. അപ്പോൾ എണീറ്റിട്ട് കാണാം. ഓക്കെ, ബൈ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എണീറ്റ് കേട്ടോ. എണീറ്റ് ഇനി ബ്രഷ് ചെയ്യണം അല്ലേ ശിവ? ബ്രഷ് ചെയ്യണ്ടേ? ബ്രഷ് ചെയ്യണോ? വേണ്ടെന്ന്. രാവിലെ തന്നെ ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയനാണ് കേട്ടോ. ഞങ്ങൾ എണീക്കട്ടെ കേട്ടാ. ഇന്നലെയല്ലേ പല്ല് തേച്ചത്? പല്ല് തേച്ചല്ലേ ചോദിക്കുകയാണ്. ഇന്നലെയല്ലേ പല്ല് തേച്ചത്? ഇന്ന് തേക്കണ്ട പല്ല്. ബാക്കിക്കുമ്പോ തന്നെ ബെഡ് കുടഞ്ഞിടലൊന്നുമില്ല. അത് ഞാൻ പല്ലൊക്കെ തേച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അടിച്ചു വരുമ്പോഴാണ് ബെഡൊക്കെ ക്ലീൻ ആക്കുന്നത് കേട്ടോ. അപ്പം അന്നേരം കാണും.
അപ്പൊ ഞങ്ങള് ബ്രഷ് ചെയ്യട്ടെ. വാ വാ പല്ലിയൊക്കെ ബാ. അവൻ രാവിലെ തന്നെ വന്നത് കണ്ടില്ലേ, സാധനങ്ങൾ മുഴുവൻ ഇവിടെ കിടന്ന് വെരുകി കിട്ടേക്കാണ്. ശിവ വന്നേ, വാ പല്ലിയൊക്കെ ബാ, എണീറ്റ് വാ. ഒറ്റക്കാണ് പല്ലിയേക്കുന്നത്. പല്ലി കാണിച്ചു കൊടുക്ക്. ആഹാ നന്നായിട്ട് പല്ലിയേക്ക്. ഇവിടെ ബ്രഷിങ് കഴിഞ്ഞ് ഞാനും ബ്രഷ് ചെയ്യട്ടെ. ഓ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പൊ ബ്രഷിങ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇന്നലെ ദോശമാവ് അരച്ചു വെച്ചായിരുന്നു, അത് നന്നായിട്ട് പുളിച്ചായിരുന്നു. അപ്പൊ ദാ അത്, അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കട്ടെ. ശിവക്കും എനിക്കും ദോശ. നല്ലോണം പുളിച്ച് പൊന്തിയോണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു സമാധാനത്തിന് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഭയങ്കര പുളിച്ച് പൊന്തിപ്പോയി. ഇന്നലെ രാവിലെ അരച്ചു വെച്ചാണ്, വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നല്ലോണം പുളിച്ചു. പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഹൾക്കിന്റെ പോലത്തെ അല്ലേ, ഹൾക്കിന്റെ പോലത്തെ ദോശ വേണമെന്നാണ് ശിവ പറഞ്ഞേക്കുന്നത്. ഹൾക്കാവോന്നറിയില്ല. കുഞ്ഞിക്കിളി മതിയോ, പൂച്ച മതിയോ? ഓ ഹൾക്കിന്റെ പോലത്തെ ദോശയൊന്നും ശരിയാവും തോന്നില്ല. നോക്കട്ടെ, ഹൾക്കിനെ ഉണ്ടാക്കാട്ടാ. ആദ്യം അമ്മക്ക് ദോശ ചുട്ടതിന് ശേഷം ശിവക്ക്. അപ്പൊ ദോശ ചുടണം. ചമ്മന്തിപ്പൊടി ഉണ്ട്, അപ്പൊ അത് കൂട്ടി കഴിക്കണം. ചമ്മന്തിപ്പൊടി തീർന്നു തോന്നുന്നു, നോക്കട്ടെ. ദോശയായി. അയ്യോ ചമ്മന്തിപ്പൊടി തീർന്നു. കുഴപ്പമില്ല, നമുക്കിപ്പൊ തന്നെ പിടിക്കാം. ഈസി അല്ലേ. ഞാൻ 2 ദോശ, മാക്സിമം 2 ദോശയാണ് എൻ്റെ കണക്ക്. ശിവ 1.5 ദോശ, അങ്ങനെയാണ് കണക്ക്. എനിക്ക് അങ്ങനെ ദോശയും ഇങ്ങനെ പുളിച്ച സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ വോമിറ്റിങ് വരും രാവിലെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ. ചോറ് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. പഴങ്കഞ്ഞിയാണ് ഏറ്റവും ഫേവറേറ്റ്. പഴങ്കഞ്ഞി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അന്നത്തെ ദിവസം. പക്ഷെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈ ദോശ, ഇഡ്ഡലി, പുട്ട് അങ്ങനെയുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഇരിക്കും. എന്താന്നാവോ, എനിക്ക് അങ്ങനെയാണ്. ഈ ഡെലിവറി ടൈം തുടങ്ങി എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും പുളിച്ച സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, പുളിപ്പിച്ചിട്ട് കഴിക്കുന്ന സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്ഷീണം, ഭയങ്കര ക്ഷീണം, പിന്നെ വോമിറ്റിങ് വരവൊക്കെ തന്നെ. അത് ഇപ്പോഴും ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ മാക്സിമം പഴങ്കഞ്ഞിയാണ് കുടിക്കാറ്. വണ്ണം വെക്കാൻ വേണ്ടിയും കൂടിയാണ് പഴങ്കഞ്ഞി കുടിച്ചിരുന്നത്. പക്ഷെ വണ്ണമൊന്നും വെച്ചില്ല. അനിയന്റെ കല്യാണമൊക്കെ ആകുമ്പോൾ ഇച്ചിരി വണ്ണം വെക്കണം എന്ന് വിചാരിച്ച് നാട്ടില് 3-4 മാസത്തോളം പഴങ്കഞ്ഞി തന്നെയായിരുന്നു രാവിലെ കുടിച്ചിരുന്നത്. പക്ഷെ വണ്ണം വെച്ചില്ല. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാനത് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് മാറിയിരിക്കണം. ഇവിടെ വന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റേ ഉള്ളൂ. പഴങ്കഞ്ഞി ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ അരി ഇടുമ്പോൾ കാണിച്ചു തരാം. ഇവിടുത്തെ ചോറ് അങ്ങനത്തെ ഒരു ചോറാണ്, പിന്നെ പശു പോലത്തെ ചോറാണ്. നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ദോശ 2 അകത്താക്കിയിട്ട് വേണം എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിക്കണം. ഇപ്പൊ തണുപ്പായിട്ടും എനിക്ക് ജ്യൂസ് കുടിക്കണം, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. തണുപ്പാണെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കും. അപ്പൊ നമുക്ക് ശിവക്ക് ദോശ കൊടുത്തിട്ട് വരാം. അവന് ഇത്തിരി ഇപ്പോഴേ കൊടുത്തു തുടങ്ങിയാലേ 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കൊടുത്തീരുള്ളൂ. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇവിടെ ദോശ മറിച്ച്, ചില നാട്ടില് ദോശ മറിച്ചിടാറില്ല. ഞങ്ങളുടെ നാട്ടിലും ദോശ മറിച്ചിടാറില്ല. ഇവിടെ ഏട്ടനും അതെ കുഞ്ഞൂനും അതെ ദോശ മറിച്ചിട്ട് മൊരിയിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ചോദിക്കുക എന്താണ് ഇവിടെ വെള്ള മാത്രം കാണുന്നതെന്ന്. അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ. ഞാനങ്ങനെ ദോശ എന്താ പറയാ മൊരിക്കാറില്ല, തിരിച്ചിട്ട് മൊരിക്കാറില്ല. എനിക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ ദോശ തിരിച്ചിടാറില്ല. ദോശ അങ്ങനെ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഒന്ന് മൊരിയാം. ശിവ അങ്ങനെയാണ്. ശിവക്കുള്ള 2 ദോശ റെഡി ആയിട്ടുണ്ടേ. എനിക്കുള്ള കൂടി ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് അവനെ അവിടെ കൊണ്ട ചെന്നിരുന്ന് കൊടുക്കാം. കുറേ നേരം പിടിക്കും ഭക്ഷണം കഴിക്കാനായിട്ട്. അത് ഡേ ഇൻ മൈ ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ 1 മണിക്കൂർ ഉണ്ടാവും. എല്ലാവർക്കും ബോറടി ആയി പോവും. അപ്പൊ ദോശ ഉണ്ടാക്കി അവന് കൊടുക്കട്ടെ കേട്ടോ. ഈ പാത്രങ്ങളൊക്കെ കഴുകണത് ഉച്ചക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ പാത്രമൊക്കെ വേണത്. അപ്പൊ നാളത്തേക്ക് ഉണ്ട് കേട്ടോ മാവ്. ഞാൻ 2 ദിവസത്തേക്കാണ് അരച്ചു വെക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് 3 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ചെറിയ ചമ്മന്തിപ്പൊടി ഉണ്ടാകും. ഇടക്കിടക്ക് പോയി എന്റെ മകന് ഫുഡും കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ കഴിക്കുമ്പോ കുറച്ചുകൂടി ലേറ്റ് ആവും. ഇപ്പൊ 10:45 കഴിഞ്ഞു. ഞങ്ങൾ എണീക്കുന്ന ലേറ്റ് ആയിട്ടായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കണം.
ഇവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഞാനും കൂടി കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഉച്ചക്കാലത്തെ പണി തുടങ്ങാനായിട്ട്. ശിവ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സവാളയുടെ തൊണ്ടൊക്കെ ഒലിച്ച് കളഞ്ഞ് ഹെൽപ്പ് ചെയ്യും. ഫുള്ളൊരിക്കുന്നുള്ളൂ, സവാള മൊത്തം ഒലിച്ച് വെക്കും. അങ്ങനെയാണ് ഞങ്ങൾ നല്ല നല്ല ഹെൽപ്പുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ചോറ് വെക്കണം. അപ്പോൾ ഇവിടുത്തെ അരി ഞാൻ കാണിച്ചാൽ ഒരു മിനിറ്റ്. ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ അരി. നമുക്കിവിടെ കിട്ടുന്ന അരി റോസരി കിട്ടാറുണ്ട്. ഞങ്ങളെല്ലാവരും റോസരിയുടെ ആൾക്കാരാണ്. ഞാനും ശിവയും ഏട്ടനൊക്കെ റോസരി കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ വന്ന ടൈമിൽ. ഇവിടെ റോസരി കിട്ടും, മലയാളിക്കാർ അടച്ചേക്കാണ് ഇപ്പോൾ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ ഞാൻ നാട്ടിലായിരിക്കും. കാരണം ഞാൻ നാട്ടിലോട്ട് പോവാണ്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു, ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു പോകണം. ഇപ്പോൾ 1 മാസമായി ഞാൻ വന്നിട്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ കാണുന്നത് ഞാൻ നാട്ടിലെത്തിയതിന് ശേഷമായിരിക്കും. അപ്പം നമുക്ക് ചോറ് വെക്കാം. ചോറ് വെച്ചു. ഇനി എന്തെങ്കിലും കറക്കിയാക്കണം, ചെറിയ എന്തെങ്കിലും രീതിയിൽ. എനിക്ക് ഇന്നലെ പനിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാറി ഓക്കെ. എന്നാലും അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട് ഓക്കെ ആയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കറി വെക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി. എനിക്കും ശിവക്കൊക്കെ ഞങ്ങൾ പരിപ്പിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ പരിപ്പ് കറിയും ഏട്ടന് സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു കറി എന്തെങ്കിലും വെക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ വെച്ചിട്ട് ഇതാ ചോറ് തിളക്കുന്നുണ്ട്. ചോറും കൂടി വെച്ചിട്ട് ഇനി കാണാം. ഇനിയുള്ള പണി മോൻ്റെ ഒച്ചയാണ് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള പണി തുണി അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി എല്ലാ ദിവസവും അലക്കുന്നത്. രാത്രി അലക്കി വെച്ച തുണി കൊണ്ടുപോയി ഇനി വിരിച്ചിടണം. അതാണ് ഇനി അടുത്ത പണി. ഇതാ ശിവ എത്തി. ശിവ ഇവിടെ കിടന്ന് എപ്പോഴും അങ്ങോട്ടും ഓടിക്കളിക്കലാണ് അവൻ്റെ മെയിൻ പണി. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഒറ്റയ്ക്ക് ഇവിടെ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി വിരിച്ചിട്ടിട്ട് വരാം. എല്ലാം ഇവിടെ വിരിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. പുറത്തൊന്നും കാണിക്കാൻ പറ്റൂല. ഇപ്പോഴേ നമ്മുടെ ഡോറാബുജി തുടങ്ങിയിട്ട് 12 മണിയായി. ഞങ്ങൾ ഫുൾ ടൈം ഡോറാബുജിയൊക്കെ കണ്ടുകൊണ്ടിരിക്കലാണ് ഞങ്ങളുടെ മെയിൻ പണി. വീഡിയോ എടുക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കും. മോനെ നേരുന്ന ടി വി കണ്ടോളും. ഫോണിലോ ടി വിയിലോ ഒക്കെ കണ്ടുകൊണ്ടിരുന്നോളും. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്ന നേരമായി. ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ കഴിക്കണത്. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ചോറ്, കടലമെഴുക്ക് വരട്ടി, അതിൻ്റെ ഇടയിൽ ഇന്നലെ ഇത്തിരി ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതൊന്ന് വരട്ടി വെച്ചതാണ്. പിന്നെ ഇതാ സാമ്പാർ, പിന്നെ ഇച്ചിരി പരിപ്പ് കറി ഉണ്ടാക്കി, അതെനിക്കാണ്. പിന്നെ ഇതാ അച്ചാറുണ്ട്, ചൂടുവെള്ളം. അപ്പോൾ ഞങ്ങൾക്ക് അതിന് മുന്നേ കുളിച്ചിട്ട് വരാം. അല്ല ശിവ, നോക്ക് ഇവിടെ നോക്ക്. ഡോറാബുജി ഫാനാണ്. അപ്പോൾ ഞങ്ങൾ കുളിക്കാൻ പോവാണ്. അല്ലേ, കുളിക്കണ്ടേ ശിവ? കുളിക്കാം. ഇന്നത്തെ പണിയൊക്കെ ഏകദേശം ഒതുക്കി. കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങൾ മുഴുവൻ. അപ്പോൾ അതൊക്കെ കഴുകണം. പിന്നെ കോളിഫ്ലവർ ബജി ഉണ്ടാക്കാൻ വേണ്ടി അതൊന്ന് വേവിച്ച് വെച്ചേക്കാണ്. അത് വൈകുന്നേരത്തെ ഉറങ്ങണ ഒരു പതിവുണ്ട്. അപ്പോൾ ഉറങ്ങി എണീറ്റ് ചെയ്യുമ്പോൾ സ്നാക്സ് ആയിട്ട് കഴിക്കാനാണ് കോളിഫ്ലവറിൻ്റെ ബജി ഉണ്ടാക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ സോസും കൂട്ടി കഴിച്ചാൽ തണുപ്പത്ത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ പാത്രം കഴുകാനുണ്ട്. കുറച്ചധികം പാത്രമുണ്ട്. രാവിലെ തുടങ്ങിയുള്ള പാത്രം കഴുകാനുണ്ട്. പിന്നെ അടിച്ചും കൂടി വരാനുണ്ട്. അതിന് കഴിഞ്ഞു. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. എന്താ ബെഡൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട്. ഇനി ശിവനെ കുളിപ്പിക്കട്ടെ. ശിവനെ കുളിപ്പിക്കാനുണ്ട്. അവനെ കുളിപ്പിച്ചിട്ട് വേണം എനിക്കും കുളിക്കാൻ. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുളിച്ചിട്ട് വരാം. ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് കഴിഞ്ഞിരിക്കണം. ശിവ എടാ ഹായ് കാണിക്ക്. അതെ, അമ്മയും മോനും കുളിച്ച് കഴിഞ്ഞിരിക്കണം. അമ്മയും മോനെ കുളിച്ച് സുന്ദരനായി വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേണ്. അച്ഛൻ വന്നു, ഫുഡ് കഴിച്ചിട്ട് പോയി. അച്ഛന് വൈകുന്നേരം വരുള്ളൂ. വൈകുന്നേരം ഒരു 5 മണി 5:30 ആകുമ്പോൾ. അപ്പം ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്ന ടൈമാണ്. ഞങ്ങളിതിപ്പോൾ ഫുഡ് കഴിക്കാൻ പോണേ. ചോറിനാൻ പോവാണ്. മോട്ടു 10 കണ്ടിട്ട് നല്ല കുട്ടിയാണ് കേട്ടോ. വേമ്പേം ചോറിനുവേ. കഴിക്കൂല, ഭയങ്കര പതുക്കെ, ഭയങ്കര സ്ലോ ആണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അവൻ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാനും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാ പണിയും കഴിഞ്ഞിരിക്കണം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പണി മുടി ഉണക്കലാണ്. അധികം മുടിയൊന്നുമില്ല, അതുകൊണ്ട് ഉണക്കാൻ വലിയ പണി പ്രയാസമില്ല. ഹീറ്റ് തന്നെ മുന്നിലിരുന്നുകൊണ്ട് മുടി ഉണക്കേണേ. അപ്പം ഞാൻ കുറച്ച് പോപ്കോൺ ഉണ്ടാക്കി വെച്ചായിരുന്നു ശിവക്ക്. ഉറങ്ങണതിന് മുമ്പ് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് കിടക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഉച്ചക്ക് ഉറക്കത്തിന് മുന്നേ അപ്പോൾ അതിനൊരു പോപ്കോൺ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ പുള്ളി നേരത്തെ അത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇപ്പോൾ കൊടുക്കാൻ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ ഇവിടെ കിടന്ന് ചാടുന്നുണ്ട്. ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താടാ ഇതാണ് പണി. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് ഉണക്കിയിട്ട് ശിവക്ക് അത് കൊടുത്തിട്ട് അവനൊന്ന് എങ്ങനെയെങ്കിലും കിടത്തി ഉറക്കണം.
അതിന് ശേഷമാണ് വീഡിയോയുടെ ഞാൻ ഉച്ചക്ക് കുറച്ച് നേരമൊക്കെ ഉറങ്ങാറുണ്ട്. എല്ലാ ദിവസവും ഉറങ്ങാറില്ല. കുറച്ച് നേരമൊക്കെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ കിടക്കും. ബാക്കി എല്ലാ നേരവും പിറ്റേ ദിവസം ചെയ്യാനുള്ള വീഡിയോനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കലായിരിക്കും മെയിൻ പണി. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ പോപ്കോണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മുടിയൊക്കെ ഉണക്കിയിട്ട് പോപ്കോൺ കൊടുക്കട്ടെ അവനെ കേട്ടോ. തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ഇന്ന് ഉണക്കണത്. ചൂടൊക്കെ ആവുമ്പോൾ ഞാൻ മുടി കുളിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഉണങ്ങും. അപ്പം അതാ തണുപ്പായതുകൊണ്ട് ഹീറ്ററിന് മുന്നിൽ വെച്ച് ഉണക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം കടക്കലൊക്കെ ഉണങ്ങാനുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ ആക്കി ഉണക്കുവേ. പോപ്കോൺ കൊണ്ട് കൊടുക്കുമ്പോൾ റിയാക്ഷൻ നോക്കിക്കോട്ടെ. എൻ്റെ അമ്മ. പോട്ടെ താഴെ പോയത് പോട്ടെ. കഴിച്ചു. ഇവിടെ നോക്ക്. ചിരിക്കി. ഇഷ്ടായ? ശിവക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ആരെയാണ്? ആരാ? പോപ്കോൺ കൊടുത്തോണ്ടാ. അത് കഴിഞ്ഞ് ഇഷ്ടാരെയാണ്? അത് കഴിഞ്ഞ് അമ്മ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ അത് കഴിഞ്ഞ് പപ്പ ചാച്ച. അത് കഴിഞ്ഞ് ജയമ്മാമയോ? പിന്നെ ആരെ ഇഷ്ടം? സീനമ്മാമ. ഈ സീനമ്മാമ എന്ന് പറയണത് എൻ്റെ അമ്മയാണ്. ജയമ്മാമ എന്ന് പറയണത് ഏട്ടൻ്റെ അമ്മ. പപ്പ ചാച്ച എന്ന് പറയണത് ഏട്ടൻ്റെ അച്ഛൻ. അപ്പൊ ഇങ്ങനെ വരിക്കൊണ്ടിരിക്കുകയാണ്. പോപ്കോൺ കൊടുത്തിട്ട് വേണം ഒന്ന് ഉറക്കാനായിട്ട്. അല്ലേ ശിവ? ഉറങ്ങണ്ടേ നമുക്ക്? ഇതാ ഇപ്പൊ അതേ ഞങ്ങളുടെ ഉച്ചയുറക്കമാണ്. ഉച്ചക്കല്ല, ഒരു ഫ്രണ്ട്സ് ഒക്കെ വന്നിരുന്നോണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ അതേ ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ശിവ അമ്മ. ശിവ നോക്ക്. ശിവ അമ്മയും കെട്ടിപ്പിടിച്ചേർന്ന് ഉറങ്ങാൻ പോവാ. കുറച്ചു നേരം. ഇപ്പൊ ഒരു 5:30 കഴിഞ്ഞു സമയം. അപ്പൊ ഒരു 7 മണി വരെ അല്ലേ? ഗുഡ് നൈറ്റ്. കുഞ്ഞുറങ്ങിയാണ്. അപ്പൊ ഏട്ടനിപ്പോ വന്നിരുന്നു. ഏട്ടൻ്റെ ഒരു സാധനം കൊണ്ട് തന്നിട്ട് പോയി. എന്തെന്നാന്ന് നോക്കാട്ടോ നമുക്ക്. പിന്നെ 2 മിഠായി കൊണ്ടുവന്നായിരുന്നു. ഞാൻ ഇത്തിരി കിടന്നാണ് സൗണ്ട് ഇങ്ങനെ. 2 ചോക്ലേറ്റും കൊണ്ടുവന്ന് ശിവ എനിച്ചിട്ടോണം കഴിക്കാം. അല്ലെങ്കിൽ ശിവ കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇടി ഉണ്ടാക്കും ശിവ. അപ്പൊ ഞാൻ അതെന്തെന്നാന്ന് നോക്കട്ടെ കേട്ടോ. ബർഗറാണ് കൊണ്ടുവന്നത്. എന്തോ പരിപാടി ഉണ്ടല്ലോ. അതിങ്ങനെ ഒന്നും മേടിച്ചിട്ടുണ്ടോ? എന്തോ ബർഗർ കഴിച്ചോളൂ. ബർഗറൊക്കെ നുള്ളി കഴിക്കുന്നതാണ് ഞാൻ. ശിവ എഴുന്നേറ്റിട്ടില്ല, ഉറക്കം തന്നെയാണ്. അപ്പം ഞാൻ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7:30 കഴിഞ്ഞ് വന്നിട്ട് എണീറ്റിട്ടില്ല. അപ്പം എനിക്കൊരിക്കും അപ്പോഴേക്കും ബജ്ജി ഉണ്ടാക്കി വെക്കാം. ആളെ എണീറ്റിട്ടുണ്ട് കേട്ടാ. ശിവ എണീറ്റ് ഉറക്കം കഴിഞ്ഞൊക്കെ എണീറ്റിട്ടുണ്ട്. TV കണ്ടോണ്ടിരിക്കുകയാണ് മകൻ. എണീറ്റപ്പോ തന്നെ TV കണ്ടോണ്ടിരിക്കുക. ആൾ കഴിച്ചോണ്ടിരിക്കുന്നു. ശിവ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? സൂപ്പർ. ഓക്കെ കഴിച്ചോ. ശിവ എല്ലാവർക്കും ചോക്ലേറ്റ് തരാൻ വേണ്ടി ഇത്രയും ഉണ്ടായിരുന്നാണ്. ഇത്രയും തിന്നു കഴിഞ്ഞിട്ടാണ് ഓർത്തത്. അപ്പൊ ഇത് എല്ലാവർക്കും കൂടി അല്ലേ? എല്ലാവർക്കും കൊടുത്ത ശിവ. അമ്മക്ക് തരുമോ? ഗുഡ് ബൈ. ഞാൻ ശിവൻ കിടക്കാൻ വന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് വേറെ പണിയൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ കിടക്കാൻ വന്നു. ഏട്ടൻ വന്നു. ഏട്ടൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പം ഏട്ടൻ പോയി. അപ്പം ഞങ്ങൾ വാതിലൊക്കെ അടച്ച് കിടക്കാൻ പോവാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറ ശിവ. ഗുഡ് നൈറ്റ്.